നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇസ്ലാമിക പാരമ്പര്യത്തിനുള്ളിലെ വളരെ ആഴത്തിലുള്ളൊരു ആശയത്തെക്കുറിച്ചാണ്. പ്രപഞ്ചം എങ്ങനെയുണ്ടായി, പ്രവാചകന്മാരുടെ ദൗത്യങ്ങൾക്ക് പിന്നിലെ ശക്തി എന്തായിരുന്നു, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഇവിടെയുണ്ട്. അഹ്ലുൽ ബൈത്ത് എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം വ്യക്തികളെ കേന്ദ്രീകരിച്ചാണ് ഈ ആശയം മുന്നോട്ടു പോകുന്നത്. ഇത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ്. അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടന്നാലോ? ഒരു നിമിഷമൊന്ന് ആലോചിച്ചു നോക്കൂ. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരെയും അവരുടെയൊക്കെ അത്ഭുത പ്രവർത്തികളെയും എല്ലാത്തിനെയും രഹസ്യമായി നിയന്ത്രിച്ചിരുന്നത് ഒരൊറ്റ ശക്തിയായിരുന്നെങ്കിലോ? എന്തായിരിക്കും അത്? ഈയൊരു ചോദ്യം, ഈയൊരു ചിന്ത, ഇതാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്ന ഈ ആശയത്തിന്റെ ഹൃദയം. ഓക്കേ, അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ ആദ്യം പുതപ്പിന്റെ ആളുകൾ എന്നൊരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കും. അവിടെ നിന്നാണ് ശരിക്കും ഈ കഥ തുടങ്ങുന്നത്. പിന്നെ സൃഷ്ടിപ്പിന് മുൻപുള്ള ഇവരുടെ അസ്തിത്വത്തെക്കുറിച്ച് നമ്മൾ നോക്കും. അത് കഴിഞ്ഞാൽ പ്രവാചകന്മാരെ നയിച്ച ആത്മാവ് എന്തായിരുന്നു, കാലത്തിനപ്പുറം നടന്ന ചില ഇടപെടലുകൾ എന്തൊക്കെയായിരുന്നു, പിന്നെ അവസാനം ന്യായവിധി നാളിലെ ഇവരുടെ പങ്കെന്താണ് എന്നതിലേക്ക് നമ്മൾ വരും. ശരി, അപ്പോ ആദ്യത്തെ ഭാഗം, പുതപ്പിന്റെ ആളുകൾ. ഈ ഒരു ആശയത്തിന്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവമാണ്. അഹ്ലുൽ കിസ്സാ എന്ന് അറബിയിൽ പറയുന്ന ആ കഥയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഈ പറയുന്ന അഹ്ലുൽ ബൈത്ത് ആരാണിവർ? ഇതിന്റെ അർത്ഥം വീട്ടിലെ ആളുകൾ എന്നാണ്. പക്ഷേ ഈ ഒരു പാരമ്പര്യത്തിൽ ഇത് 5 പേരെയാണ് കൃത്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. മുഹമ്മദ് നബി, അദ്ദേഹത്തിന്റെ മകൾ ഫാത്തിമ, മരുമകൻ അലി, പിന്നെ അവരുടെ 2 മക്കളായ ഹസനും ഹുസൈനും. ഈ 5 പേരാണ് ഈ കഥയുടെ കേന്ദ്രം. ഈ പുതപ്പിന്റെ ഹദീസ് എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയാണ്. ഒരു ദിവസം പ്രവാചകൻ തന്റെ ഈ പറഞ്ഞ കുടുംബാംഗങ്ങളെ ഒരു യമനി പുതപ്പിനടിയിൽ ഒരുമിച്ച് ചേർത്ത് നിർത്തി. ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ എല്ലാവരും ആ പുതപ്പിന് കീഴിൽ വന്നപ്പോൾ പെട്ടെന്ന് പ്രധാന ദൈവദൂതനായ ജിബ്രീൽ അവിടെ എത്തി. എന്നിട്ട് ചോദിച്ചു, എനിക്കും നിങ്ങളോടൊപ്പം 6ാമനായി ചേരാൻ അനുവാദമുണ്ടോ എന്ന്. അതിനുശേഷം അവിടെ ഒരു ദൈവിക സന്ദേശം വെളിപ്പെട്ടു. ആ സന്ദേശം എന്തായിരുന്നെന്നോ? ഈ 5 പേരോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇതൊരു ചെറിയ കാര്യമല്ല. പ്രപഞ്ചത്തിലുള്ള ഇവരുടെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് നിർവചിക്കുന്നൊരു നിമിഷമായിരുന്നു അത്. അപ്പോ പ്രപഞ്ചം മുഴുവൻ അവർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. സത്യത്തിൽ അവരുടെ പ്രാധാന്യം അവിടെ തുടങ്ങുകയല്ല, മറിച്ച് ഭൗതിക ലോകമുണ്ടാകുന്നതിനും എത്രയോ മുൻപ് തുടങ്ങിയൊന്നാണ്. നമുക്കതിലേക്കാണ് ഇനി പോകുന്നത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ദൈവം താൻ സൃഷ്ടിച്ചതൊന്നും സൃഷ്ടിക്കുമായിരുന്നില്ല. ഈയൊരു വാചകം, ഇതാണ് ഈ മുഴുവൻ കാഴ്ചപ്പാടിന്റെയും ആണിക്കല്ല്. അതായത് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഇവരുടെ അസ്തിത്വവുമായി അത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ പാരമ്പര്യങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകമോ കാലമോ സ്ഥലമോ ഒന്നും ഉണ്ടാകുന്നതിനു മുൻപ് അഹ്ലുൽ ബൈത്ത് ഒരൊറ്റ പ്രകാശമായി നിലനിന്നിരുന്നു, ഒരു ആദിമ പ്രകാശം. ആ പ്രകാശമാണ് ആദ്യമായി ദൈവത്തെ സ്തുതിച്ചത്. ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളും, മാലാഖമാരടക്കം, എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് പഠിച്ചത് ഈ പ്രകാശത്തിൽ നിന്നാണത്രേ. അപ്പോ ഒരു തരത്തിൽ പറഞ്ഞാൽ അവരീ പ്രപഞ്ചത്തിന്റെ തന്നെ ആദ്യത്തെ ഗുരുക്കന്മാരായി മാറി. പക്ഷേ ഈ ആദിമ പ്രകാശത്തിന്റെ റോൾ അവിടെ അവസാനിച്ചില്ല. അതൊരു വെറും അധ്യാപകനോ വഴികാട്ടിയോ ആയിരുന്നില്ല. മറിച്ച് ചരിത്രത്തിൽ നമ്മൾ കാണുന്ന പ്രവാചകന്മാരുടെയെല്ലാം അത്ഭുതങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച യഥാർത്ഥ ശക്തിയും ഇതുതന്നെയായിരുന്നു. ഇവിടെയാണ് പരിശുദ്ധാത്മാവ് എന്ന വാക്കിന് ഈ പാരമ്പര്യത്തിൽ ഒരു പ്രത്യേക അർത്ഥം വരുന്നത്. പലപ്പോഴും പ്രവാചകന്മാരെ സഹായിക്കാൻ ഒരു പരിശുദ്ധാത്മാവ് എത്താറുണ്ട്, അല്ലേ? ഈ കാഴ്ചപ്പാടനുസരിച്ച് ആ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് അഹ്ലുൽ ബൈത്തിന്റെ ആത്മാവ് തന്നെയാണ്. അതായത് നിർണായകമായ നിമിഷങ്ങളിൽ പ്രവാചകന്മാർക്ക് വഴികാട്ടാനും അവർക്ക് ശക്തി പകരാനും ഈ ആത്മാവ് അവരിൽ പ്രവേശിക്കുമായിരുന്നു. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് യൂസഫ് നബിയുടെ കഥ. നമുക്ക് 2 യൂസഫ്മാരെ കാണാൻ പറ്റും, അല്ലേ? ഒന്ന്, തടവറയിൽ കിടന്ന് ഒരു സഹതടവുകാരനോട് സഹായം ചോദിക്കുന്ന ഒരു സാധാരണ യൂസഫ്. എന്നാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം തന്നെ ചതിച്ച സഹോദരന്മാരോട് പോലും ക്ഷമിക്കുന്ന, അവർക്ക് ദൈവികമായ സമാധാനം നൽകുന്ന ഒരു ജ്ഞാനിയായ യൂസഫ്. ഈ 2 വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഈ മാറ്റത്തിന് കാരണം ആ ദൈവിക ആത്മാവിന്റെ സാന്നിധ്യമാണെന്നാണ് ഈ കാഴ്ചപ്പാട് പറയുന്നത്. അപ്പോ ആ കഥയുടെ ക്ലൈമാക്സ് എന്താണെന്നോ? ഈ ഉറവിടങ്ങൾ അനുസരിച്ച് ഇമാം ഹുസൈനിന്റെ ആത്മാവ് യൂസഫിൽ പ്രവേശിച്ചപ്പോഴാണ് അദ്ദേഹം ആ ജ്ഞാനിയായ യൂസഫായി മാറിയത്. ഓർമ്മയില്ലേ അദ്ദേഹത്തിന്റെ കുടുംബം അവസാനം അദ്ദേഹത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നത്? അവർ പ്രണമിച്ചത് യൂസഫ് എന്ന വ്യക്തിക്കല്ല, മറിച്ച് അദ്ദേഹത്തിനുള്ളിലുണ്ടായിരുന്ന ആ ദൈവീക ആത്മാവിനായിരുന്നു.
അപ്പോ നമ്മൾ ഇതുവരെ കണ്ടത് അവരുടെ ആത്മീയമായ സ്വാധീനമാണ്. എന്നാൽ അത് അവിടെയും നിൽക്കുന്നില്ല. ഈ പാരമ്പര്യങ്ങൾ പറയുന്നത് കുറച്ചുകൂടി അത്ഭുതകരമായൊരു കാര്യമാണ്. അവർ കാലത്തിനപ്പുറത്തേക്ക് സഞ്ചരിച്ച് ചരിത്രത്തിന്റെ പല പല ഘട്ടങ്ങളിൽ നേരിട്ട് തന്നെ ഇടപെട്ടിരുന്നുവെന്നാണ്. ഒരുദാഹരണം പറയാം. സുലൈമാൻ നബിയുടെ ഐതിഹാസികമായ ആ ശക്തിയുടെ മോതിരമില്ലേ, അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ചില പാരമ്പര്യങ്ങൾ പറയുന്നതെന്താണെന്ന് വെച്ചാൽ, ഇമാം അലി കാലത്തിലൂടെ യാത്ര ചെയ്ത് വ്യക്തിപരമായി സുലൈമാൻ നബിക്ക് ആ മോതിരം കൈമാറിയെന്നാണ്. അപ്പോ പ്രവാചകന്മാർക്ക് പോലും അവരുടെ ശക്തിയുടെ ഉറവിടം നൽകിയിരുന്നത് ഇവരായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. ഇതുപോലൊരു മറ്റൊരു കഥ സ്വാലിഹ് നബിയുമായി ബന്ധപ്പെട്ടുമുണ്ട്. ഇമാം അലി സ്വാലിഹ് നബിയെ കണ്ടുമുട്ടിയെന്നും അദ്ദേഹത്തെ കണ്ടയുടൻ സ്വാലിഹ് നബി അദ്ദേഹത്തിന്റെ ആത്മീയമായ അധികാരം തിരിച്ചറിഞ്ഞ് സാഷ്ടാംഗം പ്രണമിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വീണ്ടും പ്രവാചകന്മാർ പോലും അംഗീകരിക്കുന്ന അതിനു മുകളിലുള്ളൊരു സ്ഥാനമാണ് ഇവരുടേത് എന്ന് ഇത് കാണിക്കുന്നു. ശരി. അപ്പോ സൃഷ്ടിക്ക് മുൻപ് ചരിത്രത്തിനിടയിൽ എല്ലായിടത്തും നമ്മൾ അവരുടെ സാന്നിധ്യം കണ്ടു. ഇനി നമുക്ക് ഈ പ്രപഞ്ചകഥയുടെ അവസാനത്തെ അധ്യായത്തിലേക്ക് പോകാം. അന്തിമ വിധിനാളിൽ അവിടെ ഇവരുടെ റോൾ എന്തായിരിക്കും? ന്യായവിധിയുടെ ദിവസം ഒരു പ്രത്യേക അധികാര ശ്രേണിയുണ്ട്. അതായത് ഓരോ സമൂഹത്തെയും ആദ്യം വിചാരണ ചെയ്യുന്നത് അവരുടെ പ്രവാചകനായിരിക്കും. പക്ഷെ അത് അവസാന വാക്കല്ല. ആ പ്രവാചകന്മാരെയും ദൂതന്മാരെയും പിന്നീടൊരു ഉയർന്ന അധികാരി വിധിക്കും. ആരാണ് ആ അവസാനത്തെ അധികാരി? ഈ പാരമ്പര്യമനുസരിച്ച് എല്ലാ പ്രവാചകന്മാരുടെയും അന്തിമ വിധികർത്താക്കൾ മുഹമ്മദ് നബിയും ഈ അഹ്ലുൽ ബൈത്തുമായിരിക്കും. ഇതിൽ കൂടുതൽ വലിയൊരു ആത്മീയ പദവി ചിന്തിക്കാൻ പറ്റുമോ? അപ്പോ നമുക്ക് ഈ ഒരു വലിയ ചോദ്യത്തിൽ നിർത്താം. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എല്ലാത്തിനെയും നയിച്ചത് ഒരൊറ്റ ആത്മീയ പ്രകാശമാണെങ്കിൽ അത് കാലത്തെക്കുറിച്ചും വിധിയെക്കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ എങ്ങനെയാണ് സ്വാധീനിക്കുക? നമ്മൾ ഓരോരുത്തരുടെയും സ്ഥാനം ഈ വലിയ ചിത്രത്തിൽ എവിടെയാണ്? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.